നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ വേണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലെ? നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യണം, നല്ല തിളക്കം വേണം. അപ്പോൾ ചിലർ നന്നായിട്ട് സോപ്പിട്ട് ചിലർ അരച്ചരച്ച് കഴുകും. അപ്പോൾ രാവിലെ ചെയ്യേണ്ട, നമ്മൾ ഫേസ് ഗ്ലോ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി കിട്ടാനായിട്ട് രാവിലെ ചെയ്യേണ്ട 8 കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. നമ്പർ 1, ഡ്രിങ്ക് വാം വാട്ടർ. രാവിലെ തന്നെ ഒരു 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി അത് ഫ്ലാസ്കിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ കുടിച്ചാലും മതി, ഇറ്റ്സ് ഓക്കെ. രാവിലെ എണീറ്റിട്ട് നമ്മളിത് കുടിച്ചാൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ചാൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. എന്ന് മാത്രമല്ല നമ്മുടെ വയറിൻ്റെ ഡൈജഷന് നല്ലതാണ്. നമ്പർ 2, ഓയിൽ പുള്ളിങ് അഥവാ ഗണ്ടൂഷം അല്ലെങ്കിൽ കവളം എന്ന് പറയും സംസ്കൃതത്തിൽ. അതായത് വെളിച്ചെണ്ണ, എള്ളെണ്ണയും ആവാം, ബട്ട് വെളിച്ചെണ്ണയാണ് ബെറ്റർ. ബിക്കോസ് നമുക്ക് രുചി ചിലപ്പോൾ നമുക്ക് പറ്റുണ്ടാവില്ല. അപ്പോൾ ഇത് വായിലൊന്നുമില്ലെങ്കിൽ കവിൾ കൊള്ളുക, അല്ലെങ്കിൽ കുലുക്കുഴിഞ്ഞ് തുപ്പുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുലുക്കുഴിഞ്ഞിട്ട് ഫുള്ള് ക്ലെൻസ് ആവണം. എന്നിട്ട് കുലുക്കുഴിഞ്ഞ് തുപ്പാം, അല്ലെങ്കിൽ വായിൽ കുറച്ച് നേരം വെക്കാം. അതാണ് ഗണ്ടൂഷം കവളം എന്ന് നമ്മൾ പറയുന്നത്. അത് ആയുർവേദ ശാസ്ത്രപ്രകാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിന് നമുക്ക് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഇറ്റ്സ് ഓക്കെ. ഇരുമേതാതി തൈലം കിട്ടും, അല്ലെങ്കിൽ ധന്വന്തരം തൈലം ആയാലും കുഴപ്പമില്ല. ഓക്കെ. നമ്പർ 3, ഫേസ് ക്ലെൻസ്. അതായത് നമ്മുടെ മുഖത്ത്, നമ്മുടെ സ്കിന്നിന് അനുസരിച്ചിട്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഈ ഹെർബൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഈ പലരും കടലമാവിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. കടലമാവ്, നമ്മൾ ഈ കടലപ്പൊടി അല്ലേ, അത് നമ്മുടെ ഈ ഫേസിന് വളരെ നല്ലതാണ്. ഗ്ലോ കിട്ടാനും ഈ ഡെഡ് സെൽസ് പോകാനും പുതിയ പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിൻ നല്ലതാണ്, ഡ്രൈ സ്കിന്നിനും അത് നല്ലതാണ്. ഓക്കെ, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം, കടലമാവിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ. ഓക്കെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് മസാജ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം മേല് കഴുകാനായിട്ട് മുമ്പ് നമ്മൾ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ പറ്റുന്ന ഒരു ഓയിൽ നമ്മൾ തേക്കുക. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മൾ ചെയ്യാത്ത ചില ഭാഗങ്ങളുണ്ട്, അവിടെയും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെവിയുടെ ബാക്കിൽ, കഴുത്തിൻ്റെ ഇവിടെ, ഈ ഇടുക്കിലൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യണം, എല്ലാ ഭാഗത്തും. കാരണം അവിടെ നമ്മൾ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഈ ഇടുക്കിൽ നമ്മൾ വിശർക്കും, ചിലപ്പോൾ അവിടെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ വെയിലത്ത് പോയിട്ട് ചിലവർ നിൽക്കും, അല്ലെങ്കിൽ ഈ ബാൽക്കണി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ വാക്ക്. രാവിലെ തന്നെ ഒരു വാക്ക് ചെയ്യുക, കുറച്ച് നേരം നടക്കുക. അപ്പം നമുക്ക് കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് വെയിലത്ത് നിൽക്കുക. അപ്പോൾ വിറ്റമിൻ ഡി കിട്ടാനായിട്ട് സഹായിക്കും. കോവിഡ് വാക്സിൻ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ വിറ്റമിൻസ് ഒന്നും കിട്ടുന്നില്ല. വിറ്റമിൻ ഡെഫിഷ്യൻസി ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. വെയിലത്ത് നിന്നാൽ പോലും വിറ്റമിൻ ഡി കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ അടുത്ത് നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു ആ വാക്സിൻ്റെ എഫക്റ്റ് കാരണമാണ്. അപ്പോൾ അതും വളരെ നല്ലതാണ്. ഓക്കെ. അടുത്ത കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വായിൽ ഓയിൽ വെച്ച മാതിരി തന്നെ ബോഡിയിൽ നമ്മൾ ഓയിൽ തേക്കേണ്ടതാണ്. അത് ഒരു ഡീടോക്സ് പോലെയാണ്, നമ്മുടെ ശരീരത്തിന് ഡീടോക്സിഫിക്കേഷൻ ആവശ്യമാണ്. അടുത്ത കാര്യം, ഹൈഡ്രേഷൻ ആൻഡ് സ്ലീപ്പ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. 20 വയസ്സുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ 20 വെയിറ്റുള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കൊക്കെ എത്ര വേണ്ടി വരും അല്ലെ? മിനിമം 3 or 4 ലിറ്റേഴ്സ് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം അതിൻ്റെ കൂടെ ശരിയാവണം. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉറക്കം, ഇത് രണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് നല്ല എനർജി ആയിരിക്കും, നല്ലൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും അല്ലേ? അടുത്ത കാര്യം, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, രാവിലെ തന്നെ ഫ്രൂട്ട്സ്, നട്ട്സ്, ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഓട്സ് ആണെങ്കിലും കോൺഫ്ലെക്സ് ആണെങ്കിലും എല്ലാത്തിനും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും രാവിലെ തന്നെ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓട്സ്, അതിൻ്റെ കൂടെ കുറച്ച് മാതളമൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് ബെസ്റ്റാണ്. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ തന്നെ നമുക്ക് ആ ഡേ ഫുള്ള് നല്ല എനർജി ആയിരിക്കും, നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഏത് ജോലിയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളൊരു ശക്തി നമുക്ക് എന്തായാലും വേണം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്ട്രെസ് കൺട്രോൾ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മെഡിറ്റേഷൻ, പ്രാണായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സസൈസ് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ചെറിയൊരു ബോള്, നമ്മൾ പലരും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു ബോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകണത്. അപ്പോൾ ബോൾ മുകളിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് ഒരു എക്സസൈസ് ആണത്. ഈ ബോൾ പതുക്കെ മുകളിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇൻഹേൽ വിടുമ്പോൾ, ഇത് നമ്മൾ രാവിലെ ഒരു 5-10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ലേ? അത് തന്നെയാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും, 8 കാര്യങ്ങൾ പറയുമ്പോൾ 8-9 ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴേക്കും
നല്ലൊരു നമ്മൾ പറയും നമ്മൾ രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും യെസ് എൻ്റെ മോർണിംഗ് നല്ല ഹെൽത്തി മോർണിംഗ് ആയിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. ഇങ്ങനെ തന്നെയാണ് ഒരു ഡേ ഫുള്ള് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സോ യു വിൽ ഹാവ് എ ഹെൽത്തി ഡേ ആൻഡ് എ വെരി എന്താ പറയുക പെർഫെക്റ്റ് ഡേ എന്ന് പറയില്ലേ. നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിലോ. അപ്പോൾ ഏതെങ്കിലും ഡോക്ടർമാർ ചോദിക്കണം നിങ്ങൾക്ക് പറയാം രാവിലെ ഞാൻ ഇതൊക്കെയാണ് മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന 8 കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അബദ്ധങ്ങളോ അറിയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ സോറി പറയണം. ചില സമയത്ത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.